സൂറത്ത് ആല ഇമ്രാനിലെ 164 ആയത്ത്. അള്ളാഹു താല നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് അത് വിശ്വാസികളോട് അള്ളാഹു താല ചെയ്തിട്ടുള്ള മഹത്തായ അനുഗ്രഹമാണ് എന്ന് അള്ളാഹു താല പറയാം. എന്നിട്ട് ആ റസൂലിനെ പറ്റിയിട്ട് അള്ളാഹു താല പറയുന്നത് യത്ലു അലൈഹിം ആയാതിഹി, നിങ്ങൾക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആയത്തുകൾ ഓതി കേൾപ്പിച്ചു തരുന്നു. വയുസക്കീഹിം, നിങ്ങളെ സംസ്കരിക്കുകയും വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, കിതാബും അള്ളാഹുവിന്റെ വേദഗ്രന്ഥവും ഹിക്മത്തും അള്ളാഹുവിന്റെ റസൂൽ അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കിതാബ് ഖുർആനാണ്, ഹിക്മത്ത് എന്ന് പറയുന്നത് സുന്നത്താണ് എന്ന് വിശദീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല വീഡിയോ ഒന്ന് ഓണാക്കണേ. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം. അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹിന്റെ റസൂലിനെയും അനുസരിക്കണം എന്ന് പറയുന്ന ഭാഗവും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതേപോലെ തന്നെ ഈ അനുസരണം എന്ന് പറഞ്ഞ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ എന്നതിനെ നമുക്ക് മറ്റൊരു ആയത്തിൽ കാണാൻ കഴിയും. റസൂല, ആർ അള്ളാഹിന്റെ ദൂതനെ അനുസരിക്കുന്നുവോ ഫഖദ് അതാ അല്ലാഹ്, അവൻ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിനെ അനുസരിക്കുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണെന്ന് അർത്ഥം. അപ്പം ഇത് നമ്മൾ റസൂലിന്റെ ചര്യ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് മഹത്തായിട്ടുള്ള പ്രതിഫലമുണ്ട്, പുണ്യവും ഉണ്ട്. ഇനി ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ വിസ്മരിക്കുന്ന കുറേയേറെ സുന്നത്തുകൾ. ഞാൻ ഈ ആമുഖം പറഞ്ഞെന്താ വെച്ചാല് ഇതിന് വളരെയധികം പ്രതിഫലമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെഫിനിഷൻ നമ്മൾ മാറ്റിവെക്കണം. ചെയ്താൽ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയില്ലാത്തതും. അതിനെ മാറ്റിവെച്ചിട്ട് മുഹദ്ദിസീങ്ങളുടെ ആ ഒരു ഡെഫിനിഷനാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം റസൂല് ചെയ്തതെന്തോ അതാണ് സുന്നത്ത്, റസൂൽ പറഞ്ഞതെന്തോ അതാണ് സുന്നത്ത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ നല്ല മാതൃകയുണ്ട്. ആർക്കാണത്? ലിമൻ കാന, അവർ പ്രതീക്ഷിക്കുന്നു, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ, പരലോകത്തെയും അതേപോലെ തന്നെ അള്ളാഹുവിനെയും പ്രതീക്ഷിക്കുന്ന ആളുകൾ. പരലോകം ഉണ്ടെന്ന് വിശ്വസിക്കുകയും അള്ളാഹിനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, അവര് ആരുടെ പുതുവത്താണ് പിന്തുടരേണ്ടത്, ആരുടെ മാർഗമാണ് പിന്തുടരേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗമാണ് പിന്തുടരേണ്ടത്. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലിനെ ആ രൂപത്തിൽ തന്നെ അനുധാവനം ചെയ്യുക എന്നുള്ളതാണ് സുന്നത്ത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ഭാഗത്തേക്ക് കടക്കുകയാണ്. അതെന്താണ്? നിത്യജീവിതത്തിൽ ചില കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഇതല്ല, ബോധവാന്മാരല്ല, നമ്മളൊരു ഒഴുക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സുന്നത്തുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ധാരാളക്കണക്കിന് പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. സുന്നത്തുകളെ പറ്റി പറയുന്നിടത്ത് ധാരാളം ഫളലുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരൊറ്റ കാര്യം, ഒരൊറ്റ ഭാഗം ആദ്യം ഞാൻ സൂചിപ്പിക്കണം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഒന്ന്, അത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ധാരാളം പ്രതിഫലം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ആ കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ഒരു കാര്യത്തെ പറ്റി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അലി റളിയല്ലാഹു ഈ വിഷയത്തിൽ ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു. ഞാനും ഫാത്തിമയും ഇരിക്കുമ്പോൾ ഞങ്ങളോട് രണ്ടുപേരോടുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം, ആ കാര്യത്തെ ഞാൻ കേട്ടതിന് ശേഷം പിന്നീട് ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കഴിയുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അത് ജീവിതത്തിൽ കൊണ്ടുവരികയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അതാണ് തത്ബീഖുൽ അമൽ, നമ്മുടെ അമലിന് നമ്മൾ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, ആ വിഷയത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിമും അവരുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നു, യുഅ്ജിബു തയമ്മുനു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലതിനെ മുന്തിക്കൽ ഇഷ്ടപ്പെട്ടിരുന്നു. ഫി തനഉലിഹി വതറജുലിഹി വതുഹൂരിഹി വഫീ ശഅനിഹി കുല്ലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പ് ധരിക്കുമ്പോഴാകട്ടെ, മുടി ചീകുമ്പോഴാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരണം നടത്തുമ്പോഴാകട്ടെ, ഏതേത് കാര്യങ്ങളിലാകട്ടെ, വഫീ ശഅനിഹി കുല്ലിഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വലതിനെ മുന്തിക്കും. ഉദാഹരണത്തിന്, നമ്മൾ വസ്ത്രം ധരിക്കുമ്പോ, പാന്റ് ധരിക്കുമ്പോ, ചെരുപ്പിന്റെയും മുടി ചെയ്യുന്നതിന്റെയും ഒക്കെ കാര്യം അവിടെ പറഞ്ഞു. മുടി ചെയ്യുന്നത് വലത് ഭാഗത്തും തുടങ്ങിയിരുന്നു എന്നാണ്. സ്റ്റാർട്ടിങ് വലത് ഭാഗത്താക്കിയിരുന്നു. ഏത് കാര്യം ചെയ്യുമ്പോഴും വലതിനെ മുന്തിക്കുക എന്നുള്ളത് അത് സുന്നത്താണ്, അതിന് പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് ഹദീസുകളുടെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നോക്കി നിങ്ങൾ. ഹദീസ് എന്ന് പറയുന്നതാണ് സുന്നത്ത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ആ ഒരു വിഷയത്തിൽ തന്നെ എന്ത് മനസ്സിലാക്കാം? ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടതാണ് സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളാകട്ടെ, പ്രവൃത്തികളാകട്ടെ, റസൂൽ അംഗീകരിച്ച് നൽകിയതാകട്ടെ, റസൂലിന്റെ സിഫത്തുകളാകട്ടെ, ഇതൊക്കെ സുന്നത്തുകളാണ്. അതൊക്കെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. അതിനൊക്കെ പ്രതിഫലമുണ്ട്. അതാണ് ഖുദുവത്തുൻ ഹസന, അല്ലെങ്കിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നല്ലതായിട്ടുള്ള മാർഗമുണ്ടെന്ന് പറഞ്ഞത് ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെയാണ് എന്ന് കാണാൻ കഴിയും. അപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മൾ വലതിനെ മുന്തിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും വലതിനെ മുന്തിക്കുക എന്നുള്ളതാണ്. ഇനി ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോകാം, നമ്പർ ഇട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കാം. ഒന്ന് മനസ്സിലാക്കുക, ഇതൊക്കെ എന്താണ്? ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഉത്ബോധനം നടത്തുക, ആ ഉത്ബോധനം വിശ്വാസികൾക്ക് ഗുണം ചെയ്തേക്കാം എന്നുള്ളതാണ്. ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ധാരാളക്കണക്കിന് സുന്നത്തുകളുണ്ട്. നമ്മൾ ഒഴിവാക്കി കളഞ്ഞ ഒരു സുന്നത്ത്, അല്ലെങ്കിൽ മുജാഹിദുകളെ പരക്കെ ആക്ഷേപിക്കാറുള്ള ഒരു കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ, മുഹമ്മദ് എന്ന പേര് കേട്ടാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ നമുക്ക് അത്ര കണ്ട് ഒരു ഉന്മേഷമില്ല. ഏറ്റവും വലിയൊരു സുന്നത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും പറയുക എന്നുള്ളത്. ജുമായുടെ രാത്രിയിൽ, വെള്ളിയാഴ്ച രാവിലൊക്കെ അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളതിന് ഫضലുണ്ട്. സൂറത്ത് ആലു ഇമ്രാനിൽ ആണെന്ന് തോന്നുന്നു. അള്ളാഹു താല പറഞ്ഞല്ലോ, ഇന്നല്ലാഹു വമലായികത്തുഹു, സൂറത്ത് അഹ്സാബിൽ 56-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി, തീർച്ചയായും അള്ളാഹുവിന്റെ മാലാകമാരും റസൂലിന്റെ മേലിൽ കാരുണ്യം ഉണ്ടാകുവാൻ വേണ്ടി ബർക്കത്ത് നേരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹിന്റെ റസൂലിന്റെ മേലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വലാത്ത് ചെല്ലണം എന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പന തന്നെ സൂറത്ത് അഹ്സാബിൽ 56-ാമത്തെ വചനത്തിൽ വന്നിട്ടുണ്ട്. ഈ ആയത്തുകളൊക്കെ ഉണ്ടായിരിക്കെ, അതേപോലെ തന്നെ ചില ഹദീസുകളിൽ കാണാൻ മൻ സ്വല്ല അലയ്യ വഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, എന്റെ മേലിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു 10 തവണ അള്ളാഹുവിന്റെ കാരുണ്യത്തെ നൽകും എന്ന് കാണാൻ കഴിയും. അള്ളാഹു താല സ്വലാത്ത് നൽകും, അള്ളാഹു താല ബർക്കത്ത് നൽകും, അള്ളാഹു താല അതിന് കാരുണ്യം നൽകും എന്നുള്ള തഫ്സീറുകൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ പരസ്പരം കണ്ടുമുട്ടുമ്പോഴുള്ള സുന്നത്തുകൾ, രണ്ട് വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടിക്കഴിഞ്ഞാലുള്ള സുന്നത്ത്, അവരുടെ സംസാരത്തിൽ പാലിക്കേണ്ട മര്യാദ, ഈ സുന്നത്തുകൾ എന്നൊക്കെ പറയുന്നതിൽ വിശ്വാസി അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങൾ. എങ്ങനെയാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത്? അയാൾ ഉണർന്നത് മുതൽ
കിടക്കുന്നത് വരെയുള്ള ഓരോ ഭാഗങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു രൂപത്തിലൂടെയാണ് വിശ്വാസി ജീവിക്കേണ്ടത്. ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അയാൾ സലാം പറയണം. വലിയവരെ കണ്ടാൽ അവരെ ബഹുമാനിക്കണം. അതേപോലെ തന്നെ സുന്നത്തിൽപ്പെട്ടതാണെന്ത്, വിശാലമാക്കി കൊടുക്കുക, മജ്‌ലിസ് വിശാലമാക്കി കൊടുക്കുക. സുന്നത്തിൽപ്പെട്ടതാണ് ഒരാൾ ഇരിപ്പിക്കാതിരിക്കുക. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എന്ത് സംഭവിച്ചത് സംഭവം? ഏതായിരുന്നാലും ഞാൻ നീട്ടിപ്പരത്തി പറയുകയല്ല. നടത്തത്തിൽ നമ്മൾ പാലിക്കേണ്ട സുന്നത്ത് ഇത് ഞാൻ ചില സൂചനകൾ മാത്രമാണ് നൽകുന്നത്. ഇന്ന് ഞാൻ ചില പിന്നെ ഒന്ന് രണ്ട് കാര്യത്തിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നുള്ളതുകൊണ്ടാണ്. നടത്തത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ ഒക്കെ സുന്നത്തുകളാണ്. സംസാരത്തിലെ സുന്നത്തുകൾ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്ത്, രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ളത്, വിസർജന സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ളത്, ഇറങ്ങുമ്പോഴുള്ളത്, അതിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാല് വെക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങി ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള സുന്നത്തുകൾ, പിന്നെ അതിനിടക്ക് ഒളു എടുക്കൽ, ജനാപത്ത്, കുളിയിലെ സുന്നത്ത്, സദസ്സ് പിരിയുമ്പോഴുള്ള സുന്നത്ത്, കിടക്കുമ്പോഴുള്ള സുന്നത്ത്, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ധാരാളം കണക്കിന് സുന്നത്തുകളുണ്ട്. ഇന്ന് ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു. കാരണം നമുക്ക് ഈ കാര്യങ്ങൾ ഒന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ധാരാളക്കണക്കിന് കാര്യങ്ങളുണ്ട് നമ്മൾ വിസ്മരിച്ചിട്ടുള്ള, നമ്മൾ ശ്രദ്ധിക്കാത്ത കുറെ സുന്നത്തുകളുണ്ട്. ഞാൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കാര്യങ്ങളിൽ നമ്മൾ ആ സുന്നത്തുകളൊക്കെ എടുക്കുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലെന്തൊക്കെ സുന്നത്തുള്ളതെന്ന് ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കിടക്കുമ്പോഴുള്ള സുന്നത്തുകളെ പറ്റി മാത്രമാണ്. എന്നിട്ട് സമയമുണ്ടെങ്കിൽ എഴുന്നേൽക്കുമ്പോഴുള്ള സുന്നത്തുകളെ പറ്റിയിട്ടും കൂടിയാണ്. ഏകദേശം ഞാനൊരു ചോദ്യം ചോദിക്കുന്നതിൽ ചാറ്റ് ബോക്സ് ഉണ്ടാവുമല്ലോ. ഏകദേശം എത്ര സുന്നത്തുകൾ, എത്ര കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് എല്ലാവർക്കും ഉത്തരം ടൈപ്പ് ചെയ്യട്ടെ. എത്ര സുന്നത്തുകളാണ് നമ്മൾ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. എത്ര സുന്നത്തുകളുണ്ട്? ഒരു കൊട്ടക്കണക്കിന് എഴുതണ്ട, നമുക്ക് അറിയേണ്ട സുന്നത്തുകൾ എത്രയാണുള്ളത് എഴുതാം. ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. കിടക്കുമ്പോൾ ഉള്ള സുന്നത്ത് എണ്ണാണ് എഴുതണ്ടേ? എണ്ണം എത്ര എണ്ണം ഉണ്ട്? ടൈപ്പ് ചെയ്യാൻ അത്ര പണിയില്ലല്ലോ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തൂടെ? അറിയണത് എഴുതിയാൽ മതി. അവനവൻ അറിയുന്ന സുന്നത്തുകൾ എത്രയാന്നുള്ളത് എഴുതിയാൽ മതി. എത്ര എണ്ണം ഉണ്ട് എന്നല്ല, നമുക്കൊന്ന് വെറുതെ ഒന്ന് നോക്കാനാണ്. ഓക്കെ, ഇപ്പൊ 3 ഉണ്ട്, 5 ഉണ്ട്, മാക്സിമം 5ആണ്. ഇനി എല്ലാരും 5 ഇടും അല്ലെ? 3, 5, 3, 5, 7 സുന്നത്തുകൾ, 7 ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അതൊന്ന് നോക്കാം, എത്ര സുന്നത്ത് ഉണ്ട് എന്നുള്ളത്. ഒന്ന്,
സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ് സുന്നത്ത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു നിർവചനാണ് നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത്. ഒന്നാമത്തെ കാര്യം അന്നൗമു മുബക്കിറൻ, നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ്. ഇനി നേരെ വൈകുകയാണെങ്കിലോ ഇല്ലാലി ഹാജ, അതൊരു ആവശ്യത്തിനല്ലാതെ നമ്മൾ നേരെ വൈകാതിരിക്കുക എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്, കാന യക്റഹുൻ നൗം ഖബല അൽ ഇശാ, ഇശാഇന് മുമ്പ് ഉറങ്ങുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു. വൽ ഹദീസു ബഅദഹ, അതിനുശേഷം സംസാരിച്ചിരിക്കുക എന്നുള്ളതും റസൂൽ വെറുത്തിരുന്നു. നേരത്തെ ഉറങ്ങുന്നതിനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നത്. ഇശാഇന് ശേഷം നേരെ കിടക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഭക്ഷണത്തിന് വിളിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചു നിന്ന ആ ആളുകളെ പറ്റി ആക്ഷേപിച്ചുകൊണ്ട് അവർക്കുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് ഖുർആനിൽ ആയത്തിറങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റസൂലിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവിടുന്ന് പോരണം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ ആയത്തിറങ്ങിയത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ കാര്യം നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ്. വെറുതെ സംസാരിച്ച് സമയം കളയാതിരിക്കുക, അത് സുന്നത്താണെന്ന് അർത്ഥം. 2, കിടക്കാൻ പോകുമ്പോൾ ഒതു എടുക്കുക. ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും, നീ നിന്റെ കിടപ്പറയിലേക്ക് പോവുകയാണെങ്കിൽ ഫതവല്ല വുളൂഅക ലിസ്വല, നമസ്കാരത്തിന് വുളു എടുക്കുന്നത് പോലെ നീ വുളു എടുക്കണം. രണ്ടാമത്തെ കാര്യം വുളു എടുക്കുക. 3, ബുഖാരിയും ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും, നിങ്ങൾ എന്ത് ചെയ്യണം, ഇദാ ആവ അഹദുക്കും ഇലാ ഫിറാശി, കിടക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോവുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ഫിറാശഹു, അയാളുടെ വിരിപ്പ് എന്ത് ചെയ്യണം, എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൊടയണം. 3-ാമത്തെ സുന്നത്ത്, ഇത് സുന്നത്താണ്. ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് പ്രതിഫലം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നിയ്യത്തുണ്ടാവണം. റസൂലിന്റെ ചര്യ അനുസരിച്ച് കൊണ്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യണത് എന്നുള്ള ബോധം ഉണ്ടാവണമെന്ന് അർത്ഥം. അപ്പോ വിരിപ്പ് ഇതൊക്കെ ചിലതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്, പക്ഷെ ഇതെന്തുണ്ടാവില്ല, ബോധം ഉണ്ടാവില്ല. നമ്മളത് ചെയ്യുന്നത് അള്ളാന്റെ റസൂലിന്റെ സുന്നത്താണെന്നുള്ള ബോധത്തോടു കൂടി ആയിരിക്കൂല ചെയ്യുന്നത്. അപ്പൊ ആ ബോധത്തോടു കൂടി തന്നെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അവരെന്ത് ചെയ്യണം, വിരിപ്പിനെ കുടയണം എന്നാണ്. അതേപോലെ തന്നെ 4-ാമത്തെ ഒരു കാര്യം എന്നാണ്, ബർറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും, ഒരാൾ ഇവിടെ സൂചിപ്പിച്ചു, വലതുവശം ചെരിഞ്ഞു കിടക്കണം. അലാ ശഖ്ഖിൽ ഐമൻ, നിന്റെ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് നീ കിടക്കണം എന്ന് റസൂലിന്റെ കൽപ്പന നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ 5-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് നൗമാണ്, രാത്രി കിടക്കുമ്പോൾ ഉള്ള ദിക്റുകളാണ്. അതേപോലെ തന്നെ ആ ദിക്റുകൾ, ധാരാളം ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ധാരാളക്കണക്കിന് ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കാൻ പോകുമ്പോൾ ഉള്ള ആ ഒരു ഭാഗത്ത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അപ്പൊ അവിടെ 1-ാമത്തെ ഒരു കാര്യം എന്താണ്, അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത കാര്യമുണ്ട്. എന്ത്, നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ ചൊല്ലണം, അൽഹംദുലില്ലാഹ് എന്ന് 33 തവണ ചൊല്ലണം, അല്ലാഹു അക്ബർ എന്ന് 34 തവണ ചൊല്ലണം. ചപ്പയെ പഠിപ്പിച്ചു കൊടുത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രയാസപ്പെട്ടിട്ട് എന്ത് ചെയ്യണം, ഒരു അടിമയെ വെച്ച് തരണം, ഒരു ഖാദിമൻ, വീട്ടില് പിന്നെ ജോലിക്ക് വേണ്ടി ഒരു ഖാദിമത്തിനെ വെച്ച് തരണം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത, അതിനേക്കാൾ നല്ലത് ഞാൻ പഠിപ്പിച്ചു തരാറിട്ട് പറഞ്ഞു കൊടുത്ത കാര്യമാണ് 33 തവണ 33 തവണ അല്ലാഹു അക്ബർ 34 തവണ. വളരെ കുറച്ച് സമയം, ആ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ. ഈ ഒരു ഹദീസിനെ പറ്റി, ഈ ഒരു ദിക്റിനെ പറ്റിയിട്ടാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഞാനിത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുതൽ ഇതുവരെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. സിഫീൻ യുദ്ധത്തിന്റെ സമയത്തിൽ പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു ദിക്ർ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, ഞാനത് ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാൻ. അതേപോലെ തന്നെ ആയത്തുൽ കുർസി ഓതൽ, അതേപോലെ തന്നെ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും, കൈ കൂട്ടി പിടിച്ചിട്ട് മുഹമ്മദ് താനിയും അതുപോലെ തന്നെ സൂറത്ത് ഇഖ്ലാസും ഓതിയിട്ട് എങ്ങനെയാണ്, ആദ്യം കൈ കൂട്ടി പിടിക്കുക, അതിലേക്ക് 3 തവണ ഊതുക, എന്നിട്ട് ഈ 3 സൂറത്തുകളും ഓതുക, എന്നിട്ട് മുഖം തടവുക, എന്നിട്ട് ശരീരമാസകലം തടവുക എന്നുള്ളത്. ഇത് 3 തവണയായിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മറ്റൊരു ദിക്ർ എന്ന് പറയുന്നത് അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തുബഅസു ഇബാദക എന്ന പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹി അല്ലദി അത്അമന വസഖാന, ഇത് നമ്മൾ അറിയുന്ന പ്രാർത്ഥനയാണ്, ഇതിന്റെ ബാക്കിയും കൂടി ഉണ്ട്. വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅവിയ
പിന്നെ മുസ്ലിം റഹ്മുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ പ്രാർത്ഥനയും പിന്നെ അദ്കാർ നൗമുകളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വ അമൂതു എന്നും അമൂതു അഹ്യ എന്നുള്ള ദിക്റും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അവസാനമായിട്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അതേപോലെ തന്നെ ആമന റസൂലും സൂറത്ത് ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ അതെങ്ങാനും അയാൾ പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കഫതാഹു എന്ന് പറഞ്ഞാൽ, കഫതാഹു എന്ന് പറഞ്ഞാൽ അത് അവന് മതിയായതാണെന്നാണ്, പര്യാപ്തമാണെന്നാണ്. ബുഖാരി മുസ്ലിമൊക്കെ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഏതെന്നൊക്കെ ആ പ്രശ്നങ്ങളിൽ നിന്ന്, ആഫാത്തുകളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ അവന് മതിയായതാണത്. അല്ലെങ്കിൽ മറ്റൊരു വിശദീകരണം, അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം നല്ല കഫതാഹു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവന് പര്യാപ്തമാണെന്ന് അർത്ഥം. അതേപോലെ തന്നെ ഖിയാമുൽ ലൈലിന് പകരമായിട്ട് എന്നാണ് ചില പിന്നെ ഷറഹ് ചെയ്തിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും മറ്റൊന്ന് ബിസ്മിക റബ്ബി വളൗതു ജംബി വബിക അർഫഉ അംസക്തു നഫ്സി ഫഹ്ഫൾഹാ ബിമാ തഹ്ഫളു ബിഹി ഫഗ്ഫിർ ലഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൾഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദിക സ്വാലിഹീൻ എന്ന് പറയുന്ന ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് കാണാൻ കഴിയും. അങ്ങനത്തെ ആ ഒരു പ്രാർത്ഥന. അതേപോലെ തന്നെ അവസാനത്തെ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുള്ള എന്താ വെച്ചാൽ, അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വദ്തു അംരി ഇലൈക വഅൽജഅ്തു ളഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വനബിയിക അല്ലദീ അർസൽത എന്ന് പറയുന്ന പ്രാർത്ഥന. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ് അത് അവരുടെ അവസാനത്തെ പ്രാർത്ഥനയാക്കി മാറ്റണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതാണ്. മിത്ത അങ്ങനെ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ, ആ രാത്രിയിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഫിത്ര നീ ആ ഫിത്രത്തോട് കൂടി തന്നെയാണ് മരണപ്പെട്ടു പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ ധാരാളക്കണക്കിന് ദിക്റുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവസാനത്തെ ദിക്ർ അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക എന്നുള്ള ദിക്ർ തന്നെ ആക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് അതിനുശേഷം സംസാരിക്കാതിരിക്കുക, ഉറങ്ങുക എന്നുള്ള. ഇനി 2-3-4 കാര്യം കൂടി. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള സുന്നത്തുകൾ. ഉറക്കിൽ നിന്ന് ഉണരുമ്പോഴുള്ള സുന്നത്തുകളെ പഠിപ്പിച്ചിട്ടുള്ളത് 5 എണ്ണം നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, കിടന്ന് എണീറ്റു ഉണർന്നു കഴിഞ്ഞാൽ മസഹ അസറന്നവും അൻ വജിഹി, മുഖത്തുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് തടവി എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ അത് മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് നമുക്ക് അങ്ങനത്തെ ആ ഒരു വിഷയം കാണാൻ കഴിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജലസ, അങ്ങനെ ഇരിക്കും. എന്നിട്ട് പിന്നെ ഉറങ്ങി എണീറ്റതിന്റെ ആ പാടുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ഇങ്ങനെ തടവിയിട്ട് കളയും എന്ന് കാണാൻ കഴിയും. രണ്ടാമത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ എന്ന് പറയുന്ന ആ പ്രാർത്ഥന ചൊല്ലും. മൂന്നാമത്തെ ഒരു കാര്യം അസ്സിവാക്ക് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തൈഖള മിനൽ ലൈലി യുശവ്വിസു ഫാഹു ബിസ്സിവാക്ക് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യും എന്ന് കാണാൻ കഴിയും. അപ്പൊ മൂന്നാമത്തെ സുന്നത്താണ് ബ്രഷ് ചെയ്യുക എന്നുള്ളത്. നാലാമത്തെ കാര്യം മൂക്ക് 3 പ്രാവശ്യം ചീറ്റുക എന്നുള്ളത്. ഇസ്തിൻസാർ 3 പ്രാവശ്യം മൂക്ക് ചീറ്റുക എന്നുള്ളതാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ഇനി 5-മത്തെ ഒരു കാര്യം, ഉറക്കിനിടയിൽ നമ്മളെങ്ങാനും ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അമൻ തആറ മിനൽ ലൈൽ, അവൻ പറയേണ്ടതെന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക. നമുക്ക് അറിയേണ്ട ഒരു പ്രാർത്ഥനയാണിത്. പക്ഷേ ഈ സമയത്ത് ഇത് ചെല്ലേണ്ട ദിക്റാണെന്ന് അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്കറിയണ എല്ലാ കാര്യവും നമുക്കറിയണം. പക്ഷേ ഈ സമയത്ത് നെറ്റി ഉണർന്ന് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് കിടന്നോളും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്, ഇനി ആരെങ്കിലും അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന് ഉത്തരം ലഭിക്കും. രാത്രി നെറ്റി ഉണർന്നു കഴിഞ്ഞാല് റസൂല് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു സുന്നത്ത് എന്താ? ഈ ദിക്റൊന്ന് ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ആ പൊറുക്കലിനെ തേടിയതും പ്രാർത്ഥിച്ചതിനൊക്കെ ഉത്തരം കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ഫൈൻ തവല്ലഅ, ഇനി അവന് ഒളു എടുത്തു കഴിഞ്ഞാൽ
വസ്വല്ല 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഖുബില, അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യും. ഏതായിരുന്നാലും ധാരാളക്കണക്കിന് സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളിൽ ചിലതൊക്കെ നമ്മൾ എടുക്കുന്നതാണ്, പക്ഷെ അത് സുന്നത്താണെന്ന് നമുക്ക് അറിയില്ല. അതിന്റെ ഫലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ആ ഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സുന്നത്തുകളെ പറ്റിയിട്ട് ധാരാളമായിട്ട് പഠിക്കുകയും ഓരോ സുന്നത്തുകൾ ചെയ്യുമ്പോഴും അള്ളാന്റെ റസൂലിന്റെ സുന്നത്താണ് ഞാൻ ഇത് എടുക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി ചെയ്യുകയും ചെയ്യുക. അള്ളാഹു താല അത് സ്വീകരിക്കും, അതിനുള്ള പ്രതിഫലം നൽകും. അള്ളാഹു താല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തോഫീക്ക് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തും മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു താല സ്വീകരിച്ച് അതിനുള്ള ഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ, നമ്മളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ, അള്ളാഹു എല്ലാവരുടെയും പാപങ്ങൾ പൊറുക്കുകയും അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹു താല ശിഫയാക്കി നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള സ്വാലിഹായ ആഗ്രഹങ്ങൾ അള്ളാഹു താല നമുക്ക് നിവർത്തിച്ച് നൽകുമാറാവട്ടെ. എല്ലാ ഷെറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യവും ഇണക്കവും സ്നേഹവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين. صلى الله على نبينا محمد وعلى اله وصحبه اجمعين. الحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മൾ റമദാനിലെ ക്ലാസ്സുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗഹനമായ സുന്നത്തുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അതേപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും, എങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതിൽ നിന്നും പുണ്യം കരസ്ഥമാക്കാനോ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് അല്ലമീൻ സാഹിബ് നമുക്ക് പറഞ്ഞു തന്ന. അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ത്യൻ ഇസ്ലാമിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പ്രസംഗം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. ഈ തിരക്കിട്ട സമയത്തും ഈ പ്രസംഗങ്ങളും ഈ വിവരങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ, ഈ ക്ലാസ്സിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.